മണ്ഡലത്തെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴത്തെ പാലക്കാട് നല്ലൊരു മത്സരമല്ല വരുന്നത്. ശോഭ ചേച്ചി തന്നെയാണ് ജയിക്കുക. ശോഭ ചേച്ചിനെ വെല്ലാൻ ഈ രണ്ട് സ്ഥാനാർത്ഥികൾക്കും പറ്റില്ല. ശോഭ ചേച്ചി വലിയ ഭൂരിപക്ഷം ജയിക്കും. ഈ മുൻകാലങ്ങളിലൊക്കെ പലരും വോട്ട് ചെയ്യാൻ വോട്ടർ ലിസ്റ്റ് പേര് ചേർക്കാതൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോ? കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കാം. വിജയം വമ്പിച്ച ഭൂരിപക്ഷത്തിന് ശോഭ ചേച്ചി ജയിക്കും. വൻ ആവേശത്തിലാണ് പാലക്കാട് കോട്ട മൈതാനിലേക്കാണ് ഓരോ പ്രവർത്തകരും എത്തിച്ചേർന്നത്. മുൻകാലങ്ങളിൽ കൈക്ക് തട്ടിപ്പോയ പരാജയം ഇനിയൊരു വിജയം, ആ വിജയം ഇനി ഇവിടെ ആവർത്തിക്കുമെന്നാണ്. ആ പരാജയം മാത്രമല്ല, ഇനി വിജയത്തിലോട് തുടർച്ചയായിരിക്കും. കേരള നിയമസഭയിൽ ശക്തമായ ഒരു സ്ത്രീ പ്രാതിനിധ്യം ഈ ഇലക്ഷനോടുകൂടി ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും, പാലക്കാട്ടുള്ള എല്ലാ പ്രവർത്തകരുടെയും വിശ്വാസവും ആവേശവും. വരികയാണ് പാലക്കാട് മണ്ഡലം പ്രധാനമന്ത്രിയെ കാണാനാണ്. അതെ അതെ, നിരവധി തവണ ശോഭാ സുരേന്ദ്രൻ ഇവിടെ മത്സരിച്ചാണ്. ഈ പ്രാവശ്യം ഈ വിജയത്തിനോട് അടുത്തിട്ട് അവസാനം പരാജയം ഏറ്റുവാങ്ങണം. ഈ പ്രാവശ്യത്തെ ജനങ്ങളുടെ എല്ലാ അഭിപ്രായം, നിങ്ങളുടെയൊക്കെ തീരുമാനം എന്താണ്? ശോഭാ സുരേന്ദ്രനെ വരണമെന്നാണ്. പാലക്കാടിന്റെ വികസനത്തിന് അവർ തന്നെ വരണം. ഒരു വിജയ പ്രതീക്ഷയുണ്ട്. 100%. നമ്മുടെ വോട്ട് മാത്രമല്ല, വോട്ട് ചെയ്യിപ്പിക്കാനും തയ്യാറായിട്ട് നിൽക്കും. അതെ അതെ, തീർച്ചയായിട്ടും 100%. എന്താണ് ഒരു വനിത എന്ന നിലയിൽ പറയാനുള്ളത്? ശോഭാ സുരേന്ദ്രൻ വരണം. ജീവിച്ചിരിക്കുന്നതിൽ ശക്തമായ ഒരു വനിതാ നേതാവാണ്, രാഷ്ട്രീയ നേതാവാണ് കേരളത്തിൽ. അതെ, വർഷങ്ങളായിട്ട് ഈ പാർട്ടി കേന്ദ്രത്തിലും എങ്ങും ഭരണമില്ലാത്ത സമയത്തും BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ മുന്നിൽ നിന്ന ഒരു നേതാവ് കൂടിയല്ലേ? അതെ. നമ്മൾ വരുന്ന സമയത്തൊക്കെ അവർ വോട്ട് കൂട്ടി മണ്ഡലത്തിനെ മുമ്പിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. നമ്മൾ വോട്ട് ചെയ്യുന്നതല്ലാതെ നമ്മൾ പ്രവർത്തനം നടത്താറുണ്ടോ? ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ അങ്ങനെ പുറത്തായിട്ട് നടത്താറില്ല. നമ്മൾ ജോലി കാഴ്ചയിലും പോകുന്ന വഴിക്കും നടന്ന വഴിക്കൊക്കെ നമ്മൾ NDAക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. ഇപ്രാവശ്യം പാലക്കാട് മണ്ഡലത്തിലെ വിജയസാധ്യതകൾ എങ്ങനെയാണ്? ശോഭ ചേച്ചി തന്നെ വരുന്നതാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്രതീക്ഷ. മുൻകാലങ്ങളിൽ ഇതാണ് വിജയത്തിനോട് അടുത്തെത്തിയിട്ട് തൊട്ട് കൈതട്ടി പോകുന്ന ലക്ഷണമുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ഈ പ്രവർത്തനം കൂടെ നടത്താറുണ്ടോ? മറ്റുള്ളവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്താറുണ്ടോ? ഇപ്രാവശ്യം കൂടുതലായിട്ട് വോട്ട് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. കുറേ പേർക്ക് വോട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കതൊന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളെപ്പോലുള്ള കുറേ പേര് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്ക് അതെല്ലാവരും BJPക്കാരത് ശരിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ശോഭ ചേച്ചി വരും തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷയും ആഗ്രഹവും. മുൻകാലങ്ങളിൽ ഒരു പാവപ്പഴയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷന് ഗൗരവമായിട്ട് കാണാറില്ലായിരുന്നു. വോട്ട് ചെയ്യാൻ സമയമാകുമ്പോഴായിരിക്കും വോട്ട് ലിസ്റ്റ് പേര് കാണത്തില്ല. ഇത് ആ തെറ്റുകളെല്ലാം മാറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും വോട്ടർ ലിസ്റ്റ് പേര് ചേർത്ത് ഇപ്രാവശ്യം വോട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നാണ്. തീർച്ചയായിട്ടും. നമ്മുടെ കൂടെ ചേട്ടാ